എല്ലാം ക്ലിയർ ചെയ്തു പോവാം ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും. അല്ലാണ്ട് കുറേ അങ്ങ് കഴിഞ്ഞ് 1 month കഴിഞ്ഞ് ജോയിൻ ആയവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ആ കുട്ടി ഇപ്പം ക്ലാസ്സിലുണ്ടോന്ന് തന്നെ അറിയില്ല. വീഡിയോ കാണാനും പറ്റില്ല, ക്ലാസ്സിൽ കയറാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ അത് പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികളുള്ളത് കാരണം വീഡിയോയും കാണാൻ പറ്റില്ല, ക്ലാസ്സിലും കയറാൻ പറ്റില്ല. അപ്പൊ എന്നെ വിളിച്ച ദിവസം അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫോണിലൂടെ പറഞ്ഞു കൊടുത്തു. പക്ഷെ പിന്നെ എനിക്ക് കോളൊന്നും വന്നില്ല. ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയി പോയോ അതൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസ് വേഗം തീർത്ത് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ഈ വീക്ക് തുടങ്ങിയിട്ട് റെക്കോർഡ്സ് എങ്ങനെ എഴുതാം എന്ന് പറയാനിരിക്കുമായിരുന്നു. അന്നേരം നെക്സ്റ്റ് ഡേ പറയാം. ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് ഓരോരുത്തരുടെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ എക്സാംസിന്റെ ടൈം ആയിരിക്കും അല്ലെ? അത് കുട്ടികളെ എക്സാമിന്റെ ടൈമാണ്. പിന്നെ അതുപോലെ തന്നെ നോമ്പുമാണല്ലോ ഇപ്പൊ. അതെ നല്ല ചൂടും കൂടെ ആയത് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ഡീഹൈഡ്രേഷൻ, വെള്ളം കുടിക്കാൻ പറ്റില്ല നമുക്കൊക്കെ. Good evening, Mubina. Good evening, Diti. Ma'am, Yes. പിന്നല്ല ഒരു ആക്ടിവിറ്റി ഇല്ലേ, ഹെൽത്തി പീപ്പിൾ ആൻഡ് ഇൽ പീപ്പിൾ കമ്പാരിസൺ ടേബിൾ. അത് ടേബിൾ ആക്കി തന്നെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതിയോ? സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഇപ്പം 5 പോയിന്റ്സ് രണ്ടിലും കോമൺ ആയിട്ടുണ്ടെങ്കിലൊക്കെയാണ് ടേബിള് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതേസമയം ഹെൽത്തി പീപ്പിളിന് കുറെ പോയിന്റ്സും ഇൽ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് പോയിന്റ്സും ആണെങ്കിൽ നമുക്കത് ടേബിൾ ചെയ്യുമ്പോൾ ഒരു ബാലൻസ് ഉണ്ടാവില്ല. ഡിഫറൻസ് ഒക്കെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ, എങ്ങനെയാന്ന് വെച്ചാ പിന്നെ വെജിന്റെ നോൺ വെജിന്റെ ഇതിന്റെ എനിക്ക് ആദ്യം വിചാരിച്ചത് വേറെ വേറെ സെപ്പറേറ്റ് ചെയ്താണ്. പിന്നെ എനിക്കൊരു ടേബിൾ കിട്ടിയിങ്ങനെ ഓരോ ഇതിന്റെ എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് തന്നെ എഴുതാലോ. ഓക്കെ. ജസ്റ്റ് അത് നോക്കുക, എഴുതുന്നതിന് മുമ്പ് എന്തൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, ടേബിൾ ആക്കുവാണെങ്കിൽ അത് നന്നായിരിക്കും, അങ്ങനെ എല്ലാം നോക്കിയിട്ട് ചെയ്താൽ മതി. ഗുഡ് ഈവനിങ് ആൻഡ്രിയ. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മുടെ യൂണിറ്റ് 3 ഫാക്ട് ഇല്ലേ, അതില് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ഇല്ലേ? അതെ. അതില് സാച്ചുറേറ്റഡില് ഉള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അതില് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 1 പാൽമെറ്റിക് ആസിഡ്, 2 സ്റ്റിയറ്റിക് ആസിഡ്, പിന്നെ 1 മിസിറ്റിക് ആസിഡ്, പിന്നെ ഇതെല്ലാമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിലേതാ കറക്റ്റ്? ഇത് എവിടെ ഈ ക്വസ്റ്റ്യൻ കിട്ടിയത്? ഞാൻ ഈ ഫാക്ട്സിന്റെ ഗൂഗിളില് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കിയതായി
ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് ബൈജൂസ് ആപ്പിന്റെ ഫാക്ട്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കേണ്ടോന്ന് അറിയാനും പറഞ്ഞു ജസ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ പോലെ അതിൽ കണ്ടപ്പോ ഉണ്ടായിരുന്നു. അതിന്റെ സൊല്യൂഷൻ ഇല്ലായിരുന്നു? ഇല്ല, അത് ആൻസർ ചെയ്തിട്ട് കിട്ടിയില്ല. സബ്മിറ്റ് ചെയ്യാൻ അങ്ങനെ എന്താണോ? സബ്മിറ്റ് ചെയ്ത് വന്നിട്ട് കിട്ടിയില്ല, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ക്വസ്റ്റ്യൻ എന്നോട് ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ അയച്ചിട്ടാ മതിയോ മാമിന്റെ വാട്സപ്പിലേക്ക്? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചു പേരായിട്ടുണ്ട്. 8 മണി കഴിഞ്ഞല്ലോ. രേഷ്മ സ്റ്റാർട്ട് ചെയ്തു പോകുന്നത് പ്രയർ. ഓക്കെ മാം. Bind us together, God, bind us together with the thoughts that cannot be broken. Bind us together, God, bind us together, bind us together with love. There is only one God, there is only one King, there is only one body, that is why we sing. Bind us together, God, bind us together with chords that cannot be broken. Bind us together, God, bind us together, bind us together with love. We are the children of God, we are His promise divine, we are His chosen desire, we are the glorious new vine. Bind us together, God, bind us together with thoughts that cannot be broken. Bind us together, God, bind us together, bind us together with love. Bind us together with love. Bind us together with love. Thank you, ma'am. ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രയർ സോങ് പോലെയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു അല്ലേ? നല്ലൊരു മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ. താങ്ക് യു മാം. നാളേക്ക് ആരെങ്കിലും റെഡി ഉണ്ടോ? ഞാൻ ചെയ്യാം മാം നാളെ. സോ നമ്മള് ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ വി നോ ദാറ്റ് generally we know that what all things how to do when there is an emergency regarding any injury, burning, anything like that. Okay, സീരിയസ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡിന് വേണ്ടുന്ന കാര്യങ്ങൾ, മെയിൻ വരുന്ന കമ്പണൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. അതിനൊപ്പം തന്നെ നമുക്ക് ശരിക്കും നമ്മളുടെ ചാപ്റ്ററിൽ മെന്റൽ ഫസ്റ്റ് എയ്ഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിരുന്നു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച്. ഇൻട്രോ അല്ല, ജസ്റ്റ് അതിന്റെ മെയിൻ പോയിന്റ്സ്, കമ്പണൻസ് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദോസ് ഹു ആർ ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ് ആസ് വെൽ ആസ് psychological first aid, that is FA and PFA, should be very, they will be having empathetical feeling. അതായത് എമ്പതി ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ പ്രശ്നം അത് ഒരു പെയിൻ ആണെങ്കിൽ കൂടിയും അത് നമ്മളും ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ആലോചിച്ച് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ഫ്രം ദ ഹാർട്ട്, നമ്മുടെ ഹാർട്ടിൽ നിന്നും വരുള്ളൂ. അതാണ് എമ്പത്തറ്റിക്കൽ വേ ആയിരിക്കണം FA ആണെങ്കിലും PFA ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത്.
പണ്ടൊക്കെ ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്കൊരു ഇഞ്ചുറി വന്നു, ആ വൂണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാനോ അത് ഡ്രസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ചിലർക്ക് ഭയങ്കര റാഷ് ആയിട്ട് ഭയങ്കര റഫായിട്ട് അത് അങ്ങ് ചെയ്യും, നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ ചില സ്റ്റാഫ് ഭയങ്കര എന്താ പറയാ വളരെ സോഫ്റ്റ് ആയിട്ട്, ഈവൻ ഇൻജെക്ഷൻ ചെയ്യുന്നവർ തന്നെയാണെങ്കിലും ഇപ്പൊ അത് എല്ലാവർക്കും ആ ഒരു വേ തന്നെയാണ്. പഴയ കാലങ്ങളിൽ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പൊ അത് ശരിക്കും ആ ഒരു എമ്പതിയാണ്. അപ്പൊ അവര് ഇഞ്ചക്ഷൻ വെക്കുമ്പോഴും ഒക്കെ ആ ഒരു നമ്മളോട് കുറെ ഇങ്ങനെ പതുക്കെ നമ്മളോട് സംസാരിച്ച് നമ്മളിങ്ങനെ പതുക്കെ നമ്മളൊന്ന് സ്മൂത്തൻ ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ ഒന്ന് സ്മൂത്തൻ ചെയ്ത് ഞാൻ കുത്തുവാണ് എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ചെയ്യും. കുട്ടികളോടാണെങ്കിലും നല്ലൊരു രീതിയിൽ തന്നെ, എത്ര പ്രായമുള്ളവരാണെങ്കിലും അങ്ങനെ ഒരു അപ്രോച്ച് മാറിയിട്ടുണ്ട്. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഇതുപോലുള്ള അസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, നമ്മൾ കമ്പണൻസ് പറഞ്ഞു, എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടേതായ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോട്ടിൽ എഴുതി വെക്കാം. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ അത്യാവശ്യം എമർജൻസി ആയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ നെക്സ്റ്റ് വൺ ആണ് ഡ്യൂട്ടീസ് ഓഫ് ദി ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്. എഫ് എ ആണ് കേട്ടോ പറയുന്നത്. പി എഫ് എയിലേക്ക് നമ്മൾ വരും. ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എയ്ഡ് എപ്പോഴും കൊടുക്കുന്നത് എന്താ? that moment, at the time of need. അതിപ്പോ ഒരു സ്കൂളിലാണെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. വീട്ടിലും നമ്മൾ ചെറുതായിട്ട് കരുതണം. ബിറ്റാഡിൻ ലോഷൻ അല്ലെങ്കിൽ ബിറ്റാഡിൻ ഓയിൽമെന്റ് മിക്കവരും വീട്ടിൽ കരുതാറുണ്ട് കുട്ടികളുള്ളത്. കാരണം പെട്ടെന്ന് അവർ ഓടി വീണ് ഇഞ്ചുറി ആയാലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം. പിന്നെ നമ്മൾ ടാബ്ലറ്റ്സും കരുതാറുണ്ട്. കുട്ടികൾ സിറപ്പ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള സിറപ്പ്, അല്ലെങ്കിൽ പനി വരുമ്പോൾ അതിനുള്ള സിറപ്പ്. ഫോർ അഡൽട്സ് നമ്മൾ പാരസ്റ്റമോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് എല്ലാം നമ്മൾ സൂക്ഷിക്കുമ്പോൾ, മറ്റും വരുമ്പോൾ അങ്ങനെ എല്ലാത്തിനും നമ്മൾ ടാബ്ലറ്റ്സ് കരുതാറുണ്ട്. ഈ സ്നീസിങ് ഭയങ്കര അലർജി വരുമ്പോൾ സിട്രസിൻ അതുപോലുള്ള ടാബ്ലറ്റ്സ് എല്ലാം സൂക്ഷിക്കാറുണ്ട്. ടു ഗീവ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റന്റ്ലി അറ്റ് ദ ടൈം ഓഫ് നീഡ്, അല്ലെ, സമയത്ത് തന്നെ കൊടുക്കാവുന്ന രീതിയിൽ കൊടുക്കണം. അതായത് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ആ ഒരു അവരുടെ ഡ്യൂട്ടിയാണ് ഫസ്റ്റ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എല്ലാ കണ്ടന്റ്സും അതിലുണ്ടായിരിക്കണം. ഈവൻ എക്സ്പയറി ഡേറ്റ് ആവുകയാണെങ്കിൽ അത് മാറ്റി പകരം റീപ്ലേസ് ചെയ്യണം. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. എക്സ്പയറി കഴിഞ്ഞ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്പോസ് ചെയ്യുക, പുതിയത് അതിനകത്ത് ആഡ് ചെയ്യും. To contain all the first aid materials, നമ്മൾ പറഞ്ഞു. To remove the cause of injury to the patient. To control the bleeding from injury. അപ്പൊ പേഷ്യന്റ് പെട്ടെന്ന് ഒരു ഇഞ്ചുറി സംഭവിച്ച കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് കാണുമ്പോഴേക്കും പെട്ടെന്ന് പേടിയാകും. അതിനെ കൺസോൾ ചെയ്യും. ഇതൊരു സ്റ്റെപ്പ് തന്നെയാണ്. പിന്നെ ബ്ലീഡിങ്, ബോഡിൽ നിന്നും ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. വൂണ്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ വൂണ്ടല്ല അല്ലാതെ ചിലപ്പോൾ ചെവിയുടെ ഭാഗത്തുനിന്ന് നിന്നൊക്കെ ബ്ലീഡ് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് ഇന്റേണൽ ഇഞ്ചുറീസ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ പേഷ്യന്റിന്റെ റെസ്പിറേഷൻ, ബ്രീത്തിങ് ചെക്ക് ചെയ്യുക, പൾസ് ചെക്ക് ചെയ്യുക, അതൊക്കെ നോർമൽ ആണോ നോക്കുക, വൈറ്റൽസ് എല്ലാം നോർമൽ ആണോ നോക്കുക. പെട്ടെന്ന് ആ പൾസ് നോക്കാനൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. റിസ്റ്റിലാണെങ്കിലും ജുഗുലാർ വെയിൻസിലാണെങ്കിലും ഈ ഒരു ഭാഗത്ത് നമ്മുടെ 9 പോയിന്റ്സിൽ പൾസ് നോക്കാനായിട്ട് പറ്റും. അപ്പം റിസ്റ്റില് നോർമലി എല്ലാവരും നോക്കും. പിന്നെ ഈ ജുഗുലാർ വെയിൻസിന്റെ അവിടെ ഇവിടെ എന്തെങ്കിലും ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതറിയാനായിട്ട് പറ്റും. അവിടെ നോക്കാം. പിന്നെ ബ്രീത്തിങ്, അതിന്റെ ഫ്ലോ നോക്കാം, അതിന്റെ ആ ഒരു റിതം നോക്കാം. പിന്നെ പെട്ടെന്ന് തന്നെ വൂണ്ട് ആണെങ്കിൽ അത് കവർ ചെയ്യാം. ടു കവർ ദി വൂണ്ട് ഓഫ് ഇഞ്ചുറി. ആ മുറിവ് പറ്റിയ ആ വൂണ്ടിന്റെ അവിടെ കവർ ചെയ്യുക. നല്ല വൃത്തിയുള്ള ബാൻഡേജ് അതിങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യുക. മെഡിസിൻ വെക്കണമെങ്കിൽ മെഡിസിൻ വെച്ചിട്ട് കവർ ചെയ്യും. പിന്നെ പേഷ്യന്റ് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ ഒന്ന് പാനിക് ആവും. അപ്പൊ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ഇപ്പൊ ടെമ്പറേച്ചർ അങ്ങനെയാണെങ്കിൽ പതുക്കെ റബ്ബ് ചെയ്തിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകും, കോൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അതൊക്കെയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എയ്ഡ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഓരോ കേസ് വരുമ്പോ ഫസ്റ്റ് എയ്ഡ് നെസസറി ആൻഡ് ഹൗ. വെൻ ദ ഫസ്റ്റ് എയ്ഡ് നെസസറി ആൻഡ് ഹൗ, എപ്പോഴാണ് ഫസ്റ്റ് എയ്ഡ് ആവശ്യം, അത് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഉണ്ട്,
അത് എന്ത് സിറ്റുവേഷൻ ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫെയിന്റിങ്, പെട്ടെന്ന് തല ഇറങ്ങി വീഴും, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കൊടുത്തിരിക്കുന്ന 1 എന്നുള്ള ഫെയിന്റിങ്ങും ട്രീറ്റ്മെന്റും ഒരു മെഡിറ്റേഷൻ പോലെ മനസ്സിൽ വായിച്ചിട്ട് അതൊന്ന് മനസ്സിൽ അതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ CPR കൊടുക്കണത് ഈ ഫസ്റ്റ് എയ്ഡിൽ വരുമോ? CPR കൊടുക്കുന്നത് ഫസ്റ്റ് എയ്ഡിൽ വരും. അപ്പൊ അതിനുള്ള ട്രെയിനിങ് നമുക്ക് വേണ്ടതല്ലേ? അതിനുള്ള ട്രെയിനിങ് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുറെ ഇടങ്ങളിലൊക്കെ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരിടയ്ക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അത് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും അത് സ്കൂളുകളിലെ ടീച്ചേഴ്സിനും പിന്നെ എൽഡർ ആയിട്ടുള്ള ഹൈസ്കൂളിലേക്കുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഈവൻ ഓഫീസുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ ഓഫീസിലൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്യാസ് ലീക്കേജ് വരുമ്പോൾ അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന പോലെ തന്നെ CPR അതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അവർക്ക് ലാസ്റ്റ് മന്ത് അതിന്റെ ട്രെയിനിങ് കിട്ടിയത്. സ്കൂളുകളിലെ ടീച്ചേഴ്സിന് അത് എനിക്ക് തോന്നുന്നത് ആവശ്യം തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ആയി കിട്ടിയാൽ നമുക്ക് ആ സമയത്ത് പേടിയില്ലാതെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊന്ന് പാനിക് ആവും, ഞാൻ ചെയ്താൽ ശരിയാവും എന്ന് ഓർത്തിട്ടേ. കാരണം അതുപോലുള്ള ഫോഴ്സ് അല്ലേ യൂസ് ചെയ്യണത് CPR കൊടുക്കുമ്പോൾ. പിന്നെ നമ്മളല്ലാതെ ബ്രീത്തിങ് ആൾക്ക് കൊടുക്കുന്ന സമയത്ത് വായിലൂടെയൊക്കെ നമ്മൾ ബ്രീത്തിങ് കൊടുക്കുമല്ലോ, അതിനെല്ലാം ട്രെയിനിങ് വേണ്ടത് തന്നെയാണ്. ഇതെല്ലാം ഫസ്റ്റ് എയ്ഡിൽ വരും. അല്ലാതെ ഇഞ്ചുറി മാത്രമല്ല നമുക്ക് പലപ്പോഴും വരുന്നത് അല്ലെ. കാരണം കൂടുതലും ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. പെട്ടെന്ന് അങ്ങനത്തെയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ CPRന്റെ ആവശ്യം വരും. അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്നതും. ഏതാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ? യെസ് അതന്നെ. അത് യൂസ് ചെയ്യണത് അതും അറിയണം. പിന്നെ എമർജൻസി ഡോറൊക്കെ ഈ എന്താ പറയാ ബസ്സിലൊക്കെ ഉള്ളത്, അത് പെട്ടെന്ന് ആ ഒരു സമയത്ത് അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. ശരിക്കും അത് ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതിരിക്കുന്നത് തന്നെ ചിലപ്പോ ഒരു ചിലയിടത്ത് അത് ഓപ്പൺ സ്പേസിലായിരിക്കും, ചിലയിടത്ത് ഒരു ഗ്ലാസ് കവറിന്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് അത് എടുക്കേണ്ടത് എങ്ങനെയാന്ന്, അങ്ങനെയുള്ള ചില ഗ്ലാസിനകത്ത് വലിയൊരു ട്യൂബ് പോലെ സാധനം ഉണ്ടാവും. അതിങ്ങനെ എയർ ആയിരിക്കും, ആ എയർ യൂസ് ചെയ്ത് അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ കുഴപ്പമില്ല. നോസിൽ പിടിച്ച് താഴ്ത്തു എന്തോ ചെയ്താൽ മതി. അപ്പോഴേക്കും അതിൽ നിന്നൊരു ഫോം പോലെ പുറത്തേക്ക് വരും. ആ ഒരു പുറത്ത് കെമിക്കൽ ഒരു ഇത് വന്നിട്ടാണ് ഇത് അണഞ്ഞു പോകുന്നത്. ബാക്ക് ടു യുവർ നോട്ട്സ്. ഫെയിന്റിംഗ് ആണ് ഫസ്റ്റ് വൺ. ഒന്ന് വായിച്ചോളൂ. ഓക്കെ, ഫെയിന്റിങ് നമുക്ക് പല സിറ്റുവേഷനിൽ ഫെയിന്റിങ് വരാം അല്ലെ. ആള് വീക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഫെയിന്റ് ചെയ്യും. ചിലപ്പോൾ വല്ലാതെ വെയിൽ കൊണ്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, അങ്ങനെ ഫെയിന്റ് ചെയ്യാം. പിന്നെ അതുമല്ല നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബോഡി തന്നെ നാച്ചുറലി നമ്മളെ റെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ ഫെയിന്റ് ആയി പോകാറുണ്ട്. അതായത് ഒരു ഇഞ്ചുറി വരുന്നു, ബ്ലഡ് ഭയങ്കരമായിട്ട് ലോസ് ആവുന്നു, പെട്ടെന്ന് തന്നെ ഒരു തല കറങ്ങുന്ന പോലെ ഒരു ഫീൽ വരുന്നു. നമുക്കൊരു നോർമലി ഒരു റെസ്റ്റ് ആവാനായിട്ട് ബോഡി തന്നെ ചെയ്യുന്ന ഒരു നാച്ചുറൽ ഒരു റിയാക്ഷൻ. ഈ ഫെയിന്റ് ചെയ്യുന്നത് when the brain does not get enough blood and the heart does not function properly, a person may faint. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ബ്രെയിനിലേക്ക് ഇനഫ് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി നടക്കുന്നില്ല, അതുപോലെ തന്നെ ഹാർട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഫെയിന്റ് ചെയ്യാം. സംടൈംസ് സിവിയർ പെയിൻ വരുന്ന സമയത്ത്, സിവിയർ പെയിൻ ഓർ ഇഞ്ചുറി
can also be cause for fainting. ചില സമയത്ത് സിവിയർ ആയിട്ട് പെയിൻ, പിന്നെ ചില കുട്ടികൾ ഈ മെൻസസിന്റെ ടൈമില് അവർ ഫെയിന്റ് ചെയ്യാറുണ്ട്, പെട്ടെന്ന് തലറങ്ങി വീഴാറുണ്ട്. അങ്ങനെ പല സിറ്റുവേഷൻ എന്താന്ന് നമുക്ക് മനസ്സിലാവണം. ആ സമയത്ത് ആളുടെ ഫേസ് പെട്ടെന്ന് തന്നെ അങ്ങ് വെള്ളരും, പെയിലാവും, ഫേസ് വല്ലാണ്ട് അങ്ങ് പെയിലാവും, രക്തോയോട്ടം ഇല്ലാന്നൊരു അവസ്ഥ പറയില്ലേ, അതിന്റെ പെയിലിംഗ് പോലെ ആയിരിക്കും. പിന്നെ ഈ ബ്രീത്തിങ് വല്ലാണ്ട് അങ്ങ് താങ്ങും, ബ്രീത്തിങ്ങിന്റെ ആ ഒരു റിതം അതങ്ങ് താങ്ങും, ഡിക്രീസ് ആയി. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഫെയിന്റിങ് സംഭവിക്കാം. ഈ ഇഞ്ചുറി മൂലം ബ്ലഡ് ലോസ് ആവുന്നു, അപ്പൊ ഫെയിന്റ് ആവുമ്പോൾ അത് വലിയ സീരിയസ് ഇഷ്യൂ അല്ല. പക്ഷെ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, ബ്രെയിനിന്റെ ഫംഗ്ഷൻ, അതിന്റെ റിലേറ്റഡ് ഫെയിന്റിങ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരിച്ച് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതേസമയം ഇഞ്ചുറി ഒക്കെ വന്ന് ഫെയിന്റ് ആവുമ്പോൾ കുറച്ച് കോൾഡ് വാട്ടർ മുഖത്ത് തളിക്കുമ്പോൾ തന്നെ ഈ ആള് പെട്ടെന്ന് നോർമൽ ആയിട്ട് വരും. കുറച്ച് വെള്ളം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നോർമൽ ആവും. കുറച്ച് നല്ല എയർ ഉള്ള ഭാഗത്തൊക്കെ ഇരുത്തും കിടത്തുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നോർമൽ ആവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൾഡ് വാട്ടർ ആദ്യം സ്പ്രിങ്കിൾ ചെയ്യുക, ആളെ ഒന്ന് കോൺഷ്യസ് സ്റ്റേജിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ചിലപ്പോൾ ഫെയിന്റ് ചെയ്താലും പകുതി ബോധം ഉണ്ട്, മീൻസ് അങ്ങനത്തെ അവസ്ഥയുണ്ട്. ചിലപ്പോൾ ഒട്ടും ബോധമില്ലാതെ അൺകോൺഷ്യസ് ആയി പോകുന്ന ആ ഒരു സ്റ്റേറ്റും ഉണ്ട്. സ്പ്രിങ്കിൾ ചെയ്യുക ഫേസിൽ, അപ്പോഴേക്കും ഒന്ന് നോർമലായി കണ്ണ് തുറക്കുവാണെങ്കിൽ ഫ്രഷ് എയർ പ്രൊവൈഡ് ചെയ്യാം, വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, പിന്നെ കിടത്താം, കാല് വന്ന് പൊക്കി വെക്കുന്ന രീതിയിൽ. കാരണം ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ടിലേക്ക് ആ രീതിയിൽ പോകാനായിട്ട് നല്ലപോലെ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാല് പൊക്കി വെച്ച്, തലയിലേക്കാളും ഉയരത്തിൽ കാല് പൊക്കി വെച്ച് കിടത്താം. ഡ്രസ്സ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം, ടൈറ്റ് ഡ്രസ് ആണെങ്കിൽ ലൂസ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിന് കാറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ആൾക്ക് കൊടുക്കാം. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഇത്രയും പെട്ടെന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ സിവിയർ കേസസ് ആണെങ്കിൽ നമുക്ക് ആംബുലൻസ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എക്സ്പേർട്ട് ആരെങ്കിലും മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എയ്ഡ് ഇത്ര കൊടുത്തിട്ടുണ്ടെന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചിലപ്പോൾ ആംബുലൻസ് വരുമ്പോൾ അതിൽ ഓക്സിജൻ എല്ലാം, അതിനകത്ത് ഓക്സിജൻ യൂണിറ്റ് ഒക്കെയുള്ള കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊക്കെ കെയർ ചെയ്യാം. അപ്പം ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക് ഇതിനെപ്പറ്റി എല്ലാം ഒരു നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ചെറിയൊരു ഇഞ്ചുറി അല്ലെങ്കിൽ മെൻസസ് റിലേറ്റഡ് അങ്ങനെയുള്ള ഫെയിന്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. പക്ഷെ അതേസമയം ഹാർട്ടിന്റെയോ ബ്രെയിനിന്റെയോ ഇഷ്യൂസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റൽ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ് വൺ ബ്ലീഡിങ്. നിങ്ങൾ മെഡിറ്റേഷൻ എന്താണ് ഫാളിംഗ് മീനിങ് എന്താ? ഫേസ് വിൽ ബിക്കം ഫാളിംഗ് എന്ന് പറഞ്ഞാല് ഫാളിംഗ് പറഞ്ഞെന്താ മീനിങ്? പെയിലാണ്, പെയിലിംഗ്, അതായത് വെള്ളർച്ച, മുഖം വെള്ളർന്ന് ചോര വറ്റിയതുപോലെ അങ്ങനത്തെ ഒരു പെയിലിംഗ്. സ്ക്രീനിങ് കാണുന്നില്ല. കാണുന്നില്ലേ? ബ്ലീഡിങ് റിജു ഒന്ന് സ്ക്രോൾ ചെയ്യണേ. സെക്കൻഡ് പോയിന്റ് അതൊന്ന് മെഡിറ്റേഷൻ പോലെ മനസ്സിൽ വായിക്കുക. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. മാം അത് പ്ലീനിങ് എന്ന് പറഞ്ഞ സ്പെല്ലിങ് PLEA ആണോ? ബ്ലീഡിംഗ് ആണോ ചോദിച്ചേ? ആ, BLEEDING, ബ്ലീഡിംഗ്, ബ്ലഡ് ലോസ്.
ഓക്കെ. സോ ബ്ലീഡിങ് നമുക്കറിയാം, ഇന്റേണൽ ബ്ലീഡിങ് സംഭവിക്കാം, എക്സ്റ്റേണൽ ബ്ലീഡിങ് സംഭവിക്കാം, അല്ലെ? സംടൈംസ് ഈ എക്സ്റ്റേണൽ ബ്ലീഡിങ്ങിന്റെ ഒപ്പം തന്നെ ഇന്റേണലി എന്തെങ്കിലും ബോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ് കാരണം രണ്ടും ഒരുമിച്ച് സംഭവിക്കാവുന്ന കേസസ് വരാം. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ പുറമേ ഒന്നും കാണുന്നില്ല, പക്ഷെ പേഷ്യന്റ് നോർമൽ സ്റ്റേജിലല്ല, പേഷ്യന്റിന്റെ അൺകോൺഷ്യസ് സ്റ്റേജിലാണ്. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് ഇന്റേണൽ ബ്ലീഡിങ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ശരിക്കും ബ്ലീഡിങ് കേസ് വരുമ്പോൾ നമുക്ക് മൂക്കിൽ നിന്നോ ചെവിയുടെ സൈഡിൽ കൂടിയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബ്ലീഡിങ് കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ നമ്മളുടെ പുറമേ ഉള്ള ഏതെങ്കിലും ഒരു ആണെങ്കിൽ, ഇപ്പൊ കൈ നമ്മൾ മുറിഞ്ഞ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് ആ ഭാഗത്ത് ഒരു പ്രഷർ അപ്ലൈ ചെയ്യൂലേ, പ്രസ് ചെയ്ത് പിടിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കും, പിന്നെ കുറച്ച് ഉയരത്തിൽ പിടിക്കാനായിട്ട് ശ്രമിക്കും. നമുക്ക് നോർമലി നമുക്ക് സംഭവിച്ചാലും നമ്മൾ ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ ചെയ്യുന്നത് ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്യും, ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു ആ ഒരു സ്റ്റോപ്പ് ആവാനായിട്ട്. ചെറിയ ചെറിയ വൂണ്ടിന്റെ കേസാണ് കേട്ടോ, സ്റ്റോപ്പ് ഇറ്റ് ബ്ലീഡ്. പിന്നെ എന്താ പറയാ, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള കോട്ടൺ വെച്ചിട്ട് അവിടെ ഒന്ന്, പിന്നെ നമ്മൾ കോട്ടൺ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഓടിപ്പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാനോ അതിനുള്ള ടൈം കിട്ടില്ല. പ്രഷർ ഇതെങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പോയി നമ്മളുടെ എവിടെയാണോ നമ്മുടെ കോട്ടൺ ഇരിക്കുന്നത് കോട്ടൺ എടുത്തുകൊണ്ട് വന്ന് അവിടെ ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ നമ്മൾ അവിടെ പിടിച്ചിട്ട് പ്രസ് ചെയ്തിരിക്കും. നമ്മളുടെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്, ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് അവിടെ വെച്ച് നമ്മളോട് കയ്യിലാണെങ്കിൽ കൈ ഒന്നിങ്ങനെ ചുരുട്ടി പിടിക്കാൻ പറയും. കുറച്ച് കഴിയുമ്പോൾ അവർ ആ കോട്ടൺ റിമൂവ് ചെയ്ത് ഒരു കൊച്ചു ബാൻഡേജ് ഒട്ടിച്ചു തരാറില്ലേ. കാരണം അവിടെ ഒരു പ്രിക്ക് വന്നു, ദർ ഇസ് എ ചാൻസ് ഓഫ് ലോസ് ഓഫ് ബ്ലഡ് ത്രൂ ദാറ്റ് ഏരിയ. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകാം ബ്ലഡ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ, കാരണം ഓൾറെഡി അവരുടെ സിറിഞ്ചിൽ അത് എടുത്തു കഴിഞ്ഞു. സോ ആ ഹോൾ അങ്ങ് അടയുന്നില്ല പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് കുറച്ചു നേരം അത് നല്ലതുപോലെ കോട്ടൺ വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് മടക്കാൻ പറ്റും കൈയുടെ ഭാഗം. ഓക്കെ, ആ ചെറിയ ഒരു ഡ്രോപ്പ് അങ്ങനെയൊക്കെ പോകാനുള്ള ചാൻസസ്. അപ്ലൈ പ്രഷർ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബ്ലീഡിങ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ് വരുവാണെങ്കിൽ പിന്നെ അഫക്ട് ചെയ്ത ഏരിയ ഒന്ന് പൊക്കി പിടിക്കാനായിട്ട് വരും. വിരലിലൊക്കെ മുറിയുമ്പോൾ നമ്മളൊന്ന് പൊക്കി പിടിക്കാനായിട്ട് പറയാറില്ലേ കുട്ടികളോട്. അങ്ങനെയും ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. റേസ് ദ അഫക്റ്റഡ് ഏരിയ, ഒന്ന് പൊക്കി പിടിക്കും. കാലിലോ ഒക്കെ കയ്യിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് തലയ്ക്ക് മുകളിലേക്ക് പൊക്കി പിടിക്കാനായിട്ട് നമുക്ക് പറ്റും. വേറെ ഏതെങ്കിലും പോർഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഭാഗം കാലൊക്കെയാണെങ്കിൽ കാലിലൊക്കെയാണ് മുറിവെങ്കിൽ കിടന്ന് ആ ഭാഗം തലയേക്കാൾ മുകളിലേക്ക് വെക്കാനായിട്ട് നോക്കുക. ഇത് ഹാർട്ടിന്റെ ലെവലിൽ നിന്ന് മുകളിലേക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഹാർട്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ബ്ലഡ് ഫ്ലോ റിലേറ്റഡ് വിത്ത് ഹാർട്ട് ആണല്ലോ. സോ അതുകൊണ്ട് എപ്പോഴും ഹാർട്ടിന്റെ ലെവൽ എന്താണോ അതിൽ നിന്നും മുകളിലേക്കാക്കി പിടിക്കാനാണ് പറയുന്നത്. പിന്നെ ആ ഏരിയയിൽ ഐസ് അപ്ലൈ ചെയ്യാം. ഇതെല്ലാം ഇന്റേണൽ ബ്ലീഡിങ്, ഇന്റേണൽ വൂണ്ട് ഒക്കെ വരുമ്പോഴുള്ള കേസാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ വരുമ്പോഴേക്കും ബ്ലഡ് പെട്ടെന്ന് തന്നെ ഈ ബ്ലഡ് വെസൽസ് അങ്ങ് കൺസ്ട്രിക്ട് ആവും, ഈ തണുപ്പൊന്ന് ചിലുപിടിക്കും. അപ്പൊ ബ്ലഡ് ഫ്ലോ അത് കുറയും, പെട്ടെന്ന് തന്നെ ക്ലോട്ട് ആവും. അവിടെ ആ ബ്ലഡ് അങ്ങ് പെട്ടെന്ന് ക്ലോട്ട് ആയി ബ്ലഡ് ഫ്ലോ പിന്നെ നിൽക്കും, പെട്ടെന്ന് തന്നെ ബ്ലഡ് ഫ്ലോ. ശരിക്കും ഇത് ചെയ്യാൻ അപ്പൊ നമുക്ക് ഐസ് വെക്കാൻ ഏറ്റവും നല്ല മാർഗം നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തിൽ ഐസ് കവർ ചെയ്തിട്ട് ആ ക്ലോത്ത് ആ ഭാഗത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ടീ ബാഗ് യൂസ് ചെയ്യാം, അതൊരു നല്ലൊരു മെത്തേഡാണ്. പക്ഷെ നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ടീ ബാഗ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ടീ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ടീ ബാഗ് ഒക്കെ യൂസ് ചെയ്യാം. ടീ ബാഗ്. നോസ് ബ്ലീഡിങ് വന്നാൽ എന്താ ചെയ്യാ? നോസ് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാം. പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക്, പേഷ്യന്റിന്റെ പൾസ് നോക്കുക, പൾസ് ബ്രീത്തിങ് ഒക്കെ നോക്കുക. നോസ് ബ്ലീഡിങ് ചിലപ്പോൾ ഇന്റേണൽ ബ്രെയിനിൽ ഏതെങ്കിലും ഇന്റേണൽ ബ്ലീഡിങ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് അലർജി കൊണ്ടായിരിക്കാം. നമ്മുടെ നോസിന്റെ ഭാഗത്ത് ചെറിയ വളവൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും നോർമലി ഉള്ള വളവാണ്. ചിലർക്ക് ആ വളവിന്റെ ഷാർപ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും പെട്ടെന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ ഈ വളഞ്ഞ ഭാഗം തമ്മിൽ മുട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയും ബ്ലീഡിങ് സംഭവിക്കാം. ബ്രെയിനിലെ ബ്ലീഡിംഗ് ആണ് കുറച്ചുകൂടെ സീരിയസ് ഇഷ്യൂ. ഈ വളഞ്ഞ ഭാഗം എവിടെയെങ്കിലും മുട്ടും കഫം പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തട്ടുമ്പോൾ ചിലപ്പോൾ ബ്ലീഡ് ചെയ്യും. ചിലപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ ഇവിടുത്തെ പോർഷൻ. നോസ് ബ്ലീഡിങ് എപ്പോഴും ഈ പറയുന്ന പോലെ സീരിയസ് ഇഷ്യൂ ആവണമെന്നില്ല. ചില ക്ലൈമറ്റ് തണുപ്പ് കൂടുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് അലർജി പോലെ വന്നിട്ട് ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ
തണുപ്പാണെങ്കിൽ അതൊക്കെ ഒന്ന് അവിടെ ആ പ്രൊപ്പോർഷൻ ഒന്ന് ചൂടാക്കുന്നൊക്കെ നല്ലതായിരിക്കും. നോസ് ബ്ലീഡിങ് പൊതുവേ നോർമലി അങ്ങനെ വരുന്നത് ഈ തണുപ്പ് കൂടുമ്പോൾ ആ സമയത്തൊക്കെയാണ് നോസ് ബ്ലീഡിങ് വരുന്നത്. പിന്നെ ചില മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് ടൈമിൽ ചെയ്തില്ലെങ്കിൽ അങ്ങനെ നോസ് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലർക്ക് ഡ്രഗ് യൂസ് ചെയ്യുന്ന പേഷ്യൻസിലെ കാണാറുണ്ട് കേട്ടോ. അവർക്ക് ആ ടൈമിൽ അത് കിട്ടിയില്ലെങ്കിൽ ഇത് നോസ് ബ്ലീഡിങ്ങിന് കാരണമാവും. ഇപ്പോഴും ബ്രെയിൻ ഡാമേജ് ആവില്ല നോസ് ബ്ലീഡിങ്ങിന്റെ ഒരു റീസൺ. അലർജി കൊണ്ടും നോസ് ബ്ലീഡിങ് വരും, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നോസ് ബ്ലീഡിങ് വരാം. തണുത്ത ക്ലൈമറ്റ് ആവുന്തോറും ഇത് ബ്ലീഡിങ് ചിലപ്പോൾ ചിലർക്ക് വരാറുണ്ട്. കുട്ടികളിലൊക്കെ പൊതുവെ കാണാറുണ്ട്. പ്രഷറിന്റെ വ്യത്യാസം, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വ്യത്യാസം കൊണ്ട് ബ്ലീഡിങ് സംഭവിക്കുന്നതാണ് അത്. പിന്നെ യൂസ് ചെയ്യുന്ന മെഡിസിൻസിന്റെ അതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയാണെങ്കിൽ നമ്മൾക്ക് അയാളെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറ്റുമോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചൂട് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ശരിയാകും, പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മെഡിസിൻ ഓൾറെഡി അവർ യൂസ് ചെയ്യുന്നുണ്ടാവും, നോർമലി യൂസ് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ പെട്ടെന്ന് വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ, അത് ബ്രെയിനിലെ ഇഷ്യൂ കൊണ്ടായിരിക്കും, എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ ഉറങ്ങാതെ നോക്കി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും രീതിയിൽ വെയിൻ കട്ടാവോ വല്ലതും ചെയ്യുമ്പോഴായിരിക്കും ഈ നോസിലൂടെ ബ്ലീഡിങ് നടക്കാൻ ചാൻസ്. ചിലരുടെ ഇവിടെ തന്നെ ക്ലോട്ട് ആവും, അപ്പം ബ്ലീഡ് വരില്ല. ക്ലോട്ട് ആകാതെ വരുമ്പോൾ ഒഴുകി പോകുമ്പോഴാണ് മൂക്കിലൂടെ. നമുക്ക് പിന്നെ ഓപ്പണിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി മൂക്കൊക്കെ അല്ലേ ഉള്ളൂ, മൂക്കിലൂടെ വരുന്നു. സോ അത് എമർജൻസി ആണ്, ഷിഫ്റ്റ് ചെയ്യാം. എമർജൻസി അല്ലാത്ത കേസസ് ആണ് ഞാൻ പറഞ്ഞത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവര്, സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നവര്, അവർക്ക് ആ ടൈമിൽ കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് വരും. പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വ്യത്യാസം വരുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പം അതൊക്കെ വൺസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലാതെ നോസ് ബ്ലീഡിങ് ബ്രെയിനിലെ ഇഷ്യൂ കൊണ്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും സിംറ്റംസും കൂടെ അവർ കാണിക്കും. അല്ലാതെ നോർമലി ഉള്ള നോസ് ബ്ലീഡിങ് അത് പ്രശ്നമുള്ളതാണ്. എന്റെ മോള് ചെറുതിൽ ഒരു 2 years 3 years ആ ടൈമില് അറിയാതെ ഈ തെർമോക്കോൾ ബോൾ മൂക്കിന്റെ അകത്ത് ഇങ്ങനെ പോയി കളിച്ചും കൂടി ഇങ്ങനെ മൂക്കിൽ വെച്ചു. എന്നിട്ട് അത് ഈ പാട്ടിൽ കടന്ന് ഇരിക്കുവായിരുന്നു. അപ്പൊ ഷി വാസ് ഫീലിംഗ് അൺകംഫർട്ടബിൾ. പിന്നെ ഞാനൊരു ട്വീസർ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മൂക്കുന്ന് ഇങ്ങനെ എടുത്തപ്പോ ഓക്കെ, അല്ലെങ്കിൽ ബ്രീത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതെ അതെ, അത് കേറിപ്പോവും അല്ലേ, നമ്മളിങ്ങനെ കേറിപ്പോവാനുള്ള അവര് ചാൻസ്. ചെറിയ ചെറിയ തിങ്സ് കാണുമ്പോ ഇങ്ങനെ ഒബ്ജക്ട് കാണുമ്പോ ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ മൂക്കിലിട്ട് അത് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ പാനിക്കാവാതെ ഇങ്ങനെ പതുക്കെ എടുത്തു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇതുപോലെ ഓൺലൈൻ ക്ലാസ് ഒരു കുട്ടിക്ക് എടുത്തോണ്ടിരുന്ന സമയത്ത് മൂക്കിന്ന് ബ്ലീഡ് ചെയ്യുന്നു. അപ്പം എന്റെ അമ്മ ടീച്ചറാ, വീട്ടിൽ ആരും ഇല്ല, കുട്ടിയും എന്റെ ബ്രദറും മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ക്ലാസ് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കുട്ടിക്ക് ഇങ്ങനെ ബ്ലീഡ് ഭയങ്കരമായിട്ട് ഒഴുകുന്നില്ല, ചെറുതായിട്ട് ബ്ലഡ് സ്റ്റെയിൻ വരുക. അപ്പൊ അത് ക്ലൈമറ്റ് ചേഞ്ചിന് ആൾക്ക് ഓൾറെഡി ഇങ്ങനെ ഭയങ്കര ടെൻഡറാണ്, ഈ അലർജിക്കുമാണ്, പെട്ടെന്ന് അലർജി ആവും. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ അമ്മയെ വിളിച്ചപ്പോ അവര് പറഞ്ഞു അത് ഇടയ്ക്ക് വരാറുണ്ട്, അത് പ്രോബ്ലം ഇല്ല, ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും, ക്ലൈമറ്റ് മാറുമ്പോഴും ഇത്തിരി അലർജിക്കുമാണ്, അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഫ്ലോ അല്ല, ചെറുതായിട്ട് സ്ട്രെയിൻ, ഇങ്ങനെ കുട്ടി അറിയില്ല വരണത്. നമുക്കിങ്ങനെ കാണാലോ, കൊച്ചിന്റെ വീഡിയോ ഓണ്, അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നല്ല ഫെയർ ആയിട്ടുള്ള ഒരു കൊച്ചായിരുന്നു. അപ്പൊ പെട്ടെന്ന് അറിയാൻ പറ്റി ബ്ലഡ് വന്നപ്പോ. പിന്നെ പെട്രോളിയം ജെല്ലി നമുക്ക് യൂസ് ചെയ്യാന്നാ പറഞ്ഞത്, സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. പെട്ടെന്ന് സ്കിന്നിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്രോളിയം ജെല്ലിയും യൂസ് ചെയ്യാം. ഈ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നവര് പെട്ടെന്ന് അവര് കൈ തെറ്റിയൊക്കെ ഇടിക്കുമ്പോ ഏതെങ്കിലും ഭാഗത്ത് ചെറുതായിട്ടൊരു പങ്ക്ചർ പോലെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്നതാണ് പെട്രോളിയം ജെല്ലി. ബ്ലീഡിങ് നിർത്താനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക, അറ്റ്ലീസ്റ്റ് തുടക്കിയെങ്കിലും ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. പിന്നെ ജെല്ലി അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുമ്പോഴേക്കും ജെല്ലി കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്ത് കളയണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെറിയ പെട്രോളിയം ജെല്ലി, ടീ ബാഗ്, അതൊക്കെ നമുക്ക് വീട്ടിൽ കുറെയൊക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ, മിക്കവരും സൂക്ഷിക്കുന്ന കാര്യങ്ങൾ.
പിന്നെ ഐസ് എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ പ്രഷർ, റേസ് ദ അഫക്റ്റഡ് ഏരിയ. കൈയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ പൊക്കി പിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ബ്ലീഡിങ് കേസ് അതായിരുന്നു. പിന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന്, ഇന്റേണൽ ബ്ലീഡിംഗ് ആണെങ്കിൽ പലപ്പോഴും ഈ പറയുന്ന നോസിലൂടെയോ ചെവിയുടെ ഭാഗത്തൂടെയോ ബ്ലീഡിംഗ് പുറത്തേക്ക് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ അത് കാണാൻ പറ്റില്ല, പേഷ്യന്റിന് പുറമേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്സ്, അതുപോലെ തന്നെ ലങ്സിന്റെ ബ്രീത്തിങ് ടോൺ, പൾസ് എല്ലാം നോർമൽ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം. ഹസ്ബൻഡിന്റെ അച്ഛന് ഇതുപോലെ ഇങ്ങനെ ഇന്റേണൽ ബ്ലീഡിങ് വന്നപ്പോൾ വെച്ചിട്ട് ഓർമ്മ പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഹസ്ബൻഡ് ഒരു +2 പഠിക്കുന്ന സമയത്തെ കാര്യങ്ങൾ, ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അറിയുന്നില്ല ഇന്റേണൽ ബ്ലീഡിങ് സംഭവിച്ചു പോയതാണ്. ആള് ഭയങ്കര അലർജിക്കാണ്, ഭയങ്കരമായിട്ട് തുമ്മല്, ഭയങ്കര ഫോഴ്സ് എടുത്തെങ്ങാണ്ട് തുമ്മിയതാ. ഒരു വെയിൻ കട്ടായപ്പോ മെമ്മറിയുടെ ഭാഗത്തായിരുന്നു ആ ക്ലോട്ട് സംഭവിച്ചത്. അപ്പം പെട്ടെന്ന് തന്നെ ഓർമ്മ, മീൻസ് ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ട്, ബട്ട് ഇയർ കംപ്ലീറ്റ് ബാക്കിലേക്ക് ആയിപ്പോയി. പിന്നെ അത് ശരിയായി വന്നു. പിന്നെ എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പെൻ എന്ന് പറയാൻ അറിയില്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോയായിരുന്നു. പക്ഷെ അത് പിന്നെ അത് ക്ലോട്ട് എല്ലാം കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും നോർമലി വന്നു. പക്ഷെ എന്നാലും എപ്പോഴും പേരും പല കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു കൺഫ്യൂഷനാണ്, ആ ഒരു ചെറിയൊരു ഷോക്കിംഗ് വന്നതുകൊണ്ട്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെഡിസിനോട് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇത് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കുന്ന വ്യക്തിയല്ല, ഡ്രിങ്കിങ് ഒന്നുമില്ല. അതേസമയം ആ ഒരു ഹാബിറ്റ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ ട്രീറ്റ്മെന്റ് സക്സസ് ആവില്ലായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ശരിക്കും അതൊരു ലെസൺ ആണ് ബാക്കിയുള്ളവർക്ക്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, ആ ഒരു ഏജ് ആണ്, 60+ ആയിരുന്നു, ആ ഒരു ഏജ് ആയിരുന്നെങ്കിൽ ട്രീറ്റ്മെന്റ് സക്സസ് ആവില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു. അത് സക്സസ് ആയതും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന്റെയും കാരണം ആളുടെ ആ ഒരു റൊട്ടീൻ തന്നെയായിരുന്നു. ഡയബറ്റിക് ആയിരുന്നു, നല്ലപോലെ ഡയബറ്റിക് ആയിരുന്നു, പക്ഷെ അതൊന്നും ബാധിച്ചില്ല. പ്രഷർ ഉണ്ട്, പക്ഷെ അതൊന്നും ബാധിച്ചില്ല. ആളുടെ ഈ ഹാബിറ്റ്സ് നല്ലതായിരുന്നതുകൊണ്ട് നോർമലി ഇതിലേക്ക് വരാനായിട്ട് പറ്റി. ഡോക്ടർ അന്ന് പറഞ്ഞൊരിതാ, അല്ലാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ, നല്ലപോലെ ഡ്രിങ്ക്സും സ്മോക്കിങ്ങും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. സോ നമ്മളത് മിക്കവരോട് പറയും, ശ്രദ്ധിക്കാനായിട്ടേ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മ ശക്തമായിട്ട് ഇങ്ങനെ മൂക്ക് ചീറ്റില്ലേ, അപ്പൊ വെയിൻ കട്ടാവാൻ ചാൻസ് ഉണ്ടോ? വെയിൻ കട്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒഴിവാക്കുക എന്നുള്ളത് ഫസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണേ. ഇങ്ങനെ നല്ല ശക്തമായിട്ട് എന്നെ സ്നീസ് ചെയ്തു ആള്, അങ്ങനെ പറ്റിയതാണ്. നല്ലപോലെ മൂക്ക് ചീറ്റുകയും ചെയ്തു എന്നാണ് അമ്മ പറഞ്ഞത് ആ സമയത്ത്. അത് നമുക്ക് ശരിയാണ്. ചെയ്യാൻ പാടില്ല. ഒരു തുമ്മലും അതൊക്കെ വന്നപ്പോ പ്രാവശ്യം പറഞ്ഞു നന്നായിട്ട് ചെയ്യാൻ പാടില്ലെന്നോ? മാം, കുഞ്ഞു കുട്ടികൾ ഒരുപാട് ഇങ്ങനെ മൂക്ക് ചീറ്റത്തില്ലേ പനിയൊക്കെ വരുമ്പം? അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ മൂക്കിന് ഇങ്ങനെ വെയിൻ കട്ടായി, ചെറിയ കുഞ്ഞു വെയിൻസ് ഒക്കെ കട്ടായി ഇങ്ങനെ ബ്ലഡ് ചില കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട് അങ്ങനെ. സിവിയർ ആകാറില്ല, ഭയങ്കര സീരിയസ് ഇഷ്യൂ ആവാറില്ല. ഇല്ല. അപ്പൊ ഡോക്ടേഴ്സ് പറയാം മൂക്ക് ചീറ്റുന്നതിന്റെ പ്രോബ്ലം അല്ലാണ്ട് പ്രോബ്ലം ഒന്നും കാണില്ലെന്ന് പറയും. അതെ, പലപ്പോഴും ആ ചീറ്റുന്നതിൽ ബ്ലഡ് സ്ട്രെയിൻസ് വരുന്നത് അതുകൊണ്ടായിരിക്കാം, അല്ലാണ്ട് നമ്മുടെ കഫത്തിൽ ബ്ലഡ് ഉള്ളതായിരിക്കില്ല. അല്ലല്ല, അത് ചീറ്റുന്നതിന്റെ പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ചീറ്റാതിരിക്കാൻ മാക്സിമം. അത് അവിടെയുള്ള വെയിനല്ലേ, ഇത് ബ്രെയിനിലെ വെയിനാണ് ഇഞ്ചുറി സംഭവിച്ചത്. മാം BP ഉണ്ടായിരുന്നു അച്ഛന്? ഉണ്ടായിരുന്നു. BP ഉണ്ടെങ്കിലും അങ്ങനെ സ്ട്രോക്കിന്റെ ഒരു പ്രശ്നം വരാലോ. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല നോർമൽ ഇതിലേക്ക് വരുന്നുള്ളതേ. കാരണം എന്ന് വെച്ചാൽ അത് കറക്റ്റ് ടൈമിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, മെഡിസിൻ ചെയ്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ മെഡിസിൻ ചെയ്യാൻ ആളുടെ ബോഡി നല്ലതായിരുന്നു, ബോഡിയിൽ വേറെ ടോക്സിക് ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു എത്ര വർഷമായി, 12 വർഷത്തിൽ കൂടുതലായി. ഓക്കെ, അപ്പൊ ഇത് ഇനി നെക്സ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യണേ താഴേക്ക്. സ്നേക്ക് ബൈറ്റിംഗ്, ഇതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യണേ.
അതൊരു പേടി തന്നെ വരുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും ഡിപ്പെൻഡിങ് ഓൺ നമുക്ക് അറിയില്ല ഏത് സ്നേക്ക് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരും. ഫിക്സ് വരാൻ സാധ്യതയുണ്ട് മാം. എന്താണോ ഫിക്സ് ഇന്റേണൽ ബ്ലീഡിങ് കൊണ്ടേ ഫിക്സ് വരും. ഫിറ്റ്സ് വരും. എന്റെ മോക്ക് ബർത്ത് സമയത്ത് പിന്നെ ഇന്റേണൽ ബ്ലീഡിങ് വന്നിട്ട് ഫിക്സ് വന്നിരുന്നു. ബ്രീത്തിങ് പ്രോബ്ലം ശരിക്കും ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് കണ്ട്. അപ്പോ ഡീറ്റെയിൽഡ് ആയി സ്കാൻ ചെയ്തപ്പോഴാണ് ബ്ലീഡിങ് കണ്ടത്. എന്നിട്ട് പിന്നീട് അത് ശരിയായോ? പിന്നീട് 15 days ICUലായിരുന്നു ആ ബർത്ത് സമയത്ത്. പിന്നെ അത് ശരിയായി. അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്ത് ശരിയായി, കുഴപ്പമൊന്നുമില്ലാതായി. കറക്റ്റ് സമയത്ത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റബിൾ ആകും. ബർത്ത് സമയത്ത് വന്ന പ്രശ്നവും കൂടിയാണ്. ഈ വാക്വം എക്സ്ട്രാക്ഷൻ വഴിയാണ് ഒരെടുത്ത് അപ്പോ വന്നത് കൊണ്ട് അങ്ങനെ വന്നതാണ്. ലൈഫ് ത്രെറ്റനിങ് ആണല്ലേ ശരിക്കും സ്നേക്ക് ബൈറ്റ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക. സ്നേക്ക് ബൈറ്റ് ഓക്കെ. സ്നേക്ക് ബൈറ്റിങ്, സ്നേക്ക് എന്നല്ല, ഇപ്പൊ നമുക്കൊരു ഡോഗോ ക്യാറ്റോ അത് സ്ക്രാച്ച് ചെയ്താൽ കൂടി, ബൈറ്റ് ചെയ്താൽ കൂടി, ക്യാറ്റിന്റെ സ്ക്രാച്ചോ ഡോഗിന്റെ വന്നാലും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ, ആ ഒരു ഭാഗം നല്ലതുപോലെ ക്ലീൻ വാട്ടറും സോപ്പും വെച്ച് നല്ലതുപോലെ വാഷ് ചെയ്യും. മിക്ക സ്നേക്കും അങ്ങനെ പോയിസണസ് ഒന്നുമല്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ആളുകൾ പാനിക് ആവും. പലരും ഹാർട്ട് ഫെയിലിയർ കൊണ്ട് മരിക്കാറുണ്ട് സ്നേക്ക് ബൈറ്റ് നടക്കുമ്പോൾ തന്നെ. പെട്ടെന്ന് തന്നെ പാനിക് ആവും. അപ്പൊ ശരിക്കും ഇവര് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുത്തോ കിടത്തോ ചെയ്യാം. ഒരു ന്യൂട്രൽ ഒരു പൊസിഷനിൽ കംഫർട്ടായിട്ട് അവരെ ഇരുത്തോ കിടത്തോ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞപ്പോ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒക്കെയാണ് കടിക്കുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആക്സസറീസ് ഇട്ടിട്ടുണ്ടാവും, റിങ്സ് അല്ലെങ്കിൽ പാദസരം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാച്ച്, ഇപ്പൊ കൈയൊക്കെ ആണെങ്കിൽ വാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുക. കാരണം സ്വെല്ലിങ് സംഭവിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, നീര് വരും, സ്വെല്ലിങ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് വരും. അപ്പൊ അതെല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്യാം. വാഷ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നല്ല പോലെ അവിടെ ഡ്രസ് ചെയ്യുക. നല്ല ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെ, ക്ലീൻ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെ ടൈറ്റ് ആയിട്ട് തന്നെ ഡ്രസ് ചെയ്യാം. പിന്നെ ചില സമയത്ത് ചിലർ ചെയ്യും, പക്ഷെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന എല്ലാവർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. മുറിവിന്റെ അവിടെ കുറച്ചും കൂടെ വലിയ രീതിയിലൊന്ന് ജസ്റ്റ് ആ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്യും. ബ്ലഡ് പോയിസണസ് ആയിട്ട് എന്തെങ്കിലും അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് പെട്ടെന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്ത് കളയാനായിട്ട്. മൂവീസിലൊക്കെ ഞാൻ കണ്ടേക്കണത്. അതത്ര ശരിയായ ഒരു പ്രോസസ് ആണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ചിലർ കടിച്ച് തുപ്പി ബ്ലഡ് കളയാനൊക്കെ ഞാൻ ഒറിജിനലി കണ്ടിട്ടില്ല, മൂവിയിലൊക്കെയാണ് കണ്ടേക്കുന്നത്. നല്ലൊരു മെത്തേഡാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പേഷ്യന്റിനെ കോൺഷ്യസ് ആക്കി തന്നെ വെക്കുക, ഉറങ്ങാൻ വിടരുത്. കോൺഷ്യസ് ആക്കി തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതാണ് സ്നേക്ക് ബൈറ്റിന്റെ കാര്യം പറയുന്നത്. ഡോഗ് ബൈറ്റ് ആണെങ്കിലും ശരി, ക്യാറ്റിന്റെ ഒക്കെ സ്ക്രാച്ചോ അതിന്റെ നഖമൊക്കെ കൊണ്ടാലും നല്ലപോലെ വാഷ് ചെയ്ത്, ഡോഗും ക്യാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഇഞ്ചക്ഷൻ നമുക്ക് കിട്ടും. സ്നേക്ക് ബൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. പിന്നെ ആ ബൈറ്റ് ചെയ്ത ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാർക്ക് ചെയ്യുക, പെൻ എന്തെങ്കിലും വെച്ചിട്ട്. കാരണം ചിലപ്പോൾ സ്കിന്നിന്റെ ആ ഒരു
രീതി പെട്ടെന്ന് മാറും, സെല്ലിങ്ങോ എന്തെങ്കിലുമൊക്കെ മാറി എവിടെയാണ് ബൈറ്റ് ചെയ്തതെന്ന് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ പറ്റാത്തത് വരരുത്. പിന്നെ ഏത് ടൈം ആണെന്നും കൂടി ഡോക്ടറോട് കറക്റ്റ് പറയണം. ബൈറ്റ് ചെയ്ത് ആ ടൈമും കറക്റ്റ് നോട്ട് ചെയ്യുകയും വേണം. ബൈറ്റ് ചെയ്ത ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കടിച്ചു തുപ്പി അങ്ങനെ കളയുന്ന അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്, ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെ അത് നല്ലൊരു പ്രോസസ് അല്ല, അത് ചെയ്യരുത്. പിന്നെ ആ ഒരു ടൈമില് കഫീൻ കണ്ടന്റ് ഉള്ള, അതായത് കോഫി പോലത്തെ സാധനങ്ങളോ ആൽക്കഹോളോ ഒന്നും യൂസ് ചെയ്യരുതെന്നും പറയും. കാരണം നമ്മുടെ ബ്ലഡിലേക്കല്ല ഇതെല്ലാം ചെല്ലുന്നേ, അതൊന്നും ഉപയോഗിക്കരുതെന്ന് പറയും. പിന്നെ പെയിൻ റിലീവ് ചെയ്യുന്ന മെഡിസിൻസ് യൂസ് ചെയ്യരുതെന്ന് പറയും. ആസ്പിരിൻ, ട്രൂഫിൻ അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് ഉണ്ടല്ലോ, അതൊന്നും എടുക്കരുത്. കാരണം ഒരു മെഡിസിൻസ് നമ്മുടെ ബ്ലഡിലേക്ക് ചെല്ലുന്ന ഒരു സാധനവും ആ സമയത്ത് ബ്ലഡിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതോ കഫീൻ കണ്ടന്റ് ഉള്ളതോ ഇതുപോലുള്ള മെഡിസിൻസ് ഒന്നും ചെല്ലരുത്. കാരണം വെച്ചാൽ ബ്ലഡ് പോയിസണസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത്, നമുക്ക് അവിടെ നിന്ന് തരുന്നതും പോയിസൺ തന്നെയാണ്, ഈ മെഡിസിൻ ആയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതും പോയിസൺ തന്നെയാണ്. അങ്ങനെ എന്തോ ആണ്. പിന്നെ ആ സമയത്ത് ഓടിപ്പോയി സ്നേക്കിനെ കണ്ടുപിടിക്കാനായിട്ട് ഓടരുത്. ആദ്യം പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. വേറെ ഒരു ടീമിനെ നിർത്താം, ആ സ്നേക്കിനെ കണ്ടുപിടിച്ച് എന്ത് ടൈപ്പ് സ്നേക്കാന്ന് നോക്കാനൊക്കെ. ആദ്യം പേഷ്യന്റിന്റെ കാര്യം ശ്രദ്ധിക്കും. നെക്സ്റ്റ്, വെക്കേഷൻ സമയത്ത് ഭയങ്കര സിവിയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡ്രൗണിങ്, അല്ലെ, മുങ്ങിപ്പോവുക, മുങ്ങി മരിക്കുന്ന കേസ്. ഒന്ന് വായിച്ചു നോക്കാം. അല്ല, ഈ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു കിട്ടോ, ഞാൻ വിട്ടുപോയി പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് നമ്മള് വയനാട്ടിലെ സ്കൂളിലത്തെ കുട്ടീനെ കടിച്ചത്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വല്ലാത്ത ഇഷ്യൂണ്. പിന്നെ പാമ്പിനെ പിടിക്കുന്ന ബാബ സുരേഷ് പോലും, അവരും പാമ്പ് കടിയിട്ടിട്ട് ഭയങ്കര പ്രശ്നമായില്ലേ ഇത് ഈ അടുത്ത്. അതെ അതെ അതെ, ശരിയാണ്. ഞാന് പൊതുവെ ആരിഫ എന്താ പറയണത്? എന്റെ മദറിലോനെ കടിച്ചിരുന്നു പാമ്പ്. ഞാൻ എന്നെ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് ഒരു വള്ളിയാന്ന് എഴുതി കളിക്കാൻ വേണ്ടിട്ടേ. പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോ അത് കാണുന്നില്ല. അങ്ങനെ നല്ല വരയും കുത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ. മദറിലോക്ക് എന്താ നമ്മൾ പെട്ടെന്ന് കൊടുത്ത ഫസ്റ്റ് എയ്ഡ് എന്തായിരുന്നു? ഫസ്റ്റ് അതന്നെ ആയുർവേദ കോട്ടക്കൽ ആയുർവേദശാല അവിടെ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്ത്. അത് 40 years കഴിഞ്ഞ്. പിന്നെ ഇപ്പൊ മാം പറഞ്ഞ പോലെ രാത്രി ഉറങ്ങാൻ പാടില്ല. പിന്നെ പാല കുടിക്കാൻ കൊടുക്കല് അറിഞ്ഞ് അങ്ങനെ പറയണ. ഉമ്മ പറഞ്ഞതാണ്, പാളില്ല, പാളും മരിച്ചു. അതിനുശേഷം വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നു ആഫ്റ്റർ ദ സ്നേക്ക് ബൈറ്റ്? ഇല്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2 ഫിംഗർമേല കാൽമേലാണ്, അത് രണ്ടും ബ്ലാക്ക്, അതിന്റെ ആ തലപ്പ് ബ്ലാക്ക് കളറാണ് രണ്ടും. അതിന്മേലിടക്ക് ചൊറിയണ പോലെന്ന് പറയണതാണ്. ചിലർക്ക് വിഷൻ പ്രോബ്ലം വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, സഫി എന്താ പറഞ്ഞോളൂ? എന്റെ അച്ഛനും പാമ്പടിച്ചാ മരിച്ചത്. ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ് സഫിയ, നമ്മളെ ദീപ്തിയുടെ പാരന്റിന്റെ എന്തോ? അതെ, എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഞാനും അച്ഛനും കൂടി ഇങ്ങനെ രാത്രി നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ ചവിട്ടി, പാമ്പിനെ ചവിട്ടി. അച്ഛൻ കണ്ടില്ല, അപ്പൊ അച്ഛനെയാണ് കടിച്ചത്. അപ്പൊ എന്റെ അടുത്തേക്ക് വരണ കണ്ടപ്പോ തന്നെ അച്ഛൻ എന്നെ എടുത്തോണ്ട് ഓടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അച്ഛൻ തല കറങ്ങി വീണു. അങ്ങനെ എന്റെ ഭയങ്കരമായിട്ട് കരച്ചില് കേട്ടിട്ട് ആൾക്കാരൊക്കെ ഓടിക്കൂടി. അങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി എത്തിയില്ല, അതിനു മുമ്പ് ആള് മരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോഴും. അങ്ങനെ കടിക്കുന്നത് മുമ്പ് ആ ഒരു ഷോക്കിന്ന് ഞാൻ വിട്ടുമാറിയിട്ടില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ എടുത്തോണ്ട്, പാമ്പ് കടിച്ചിട്ടും എടുത്തോണ്ട് ഓടിയത്. പിന്നെ അന്ന് അത്രയും വർഷം മുമ്പ് പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക, അതൊക്കെ വല്ല ബുദ്ധിമുട്ടായി പോയി കാണും അല്ലെ? അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊന്നും അധികം അടുത്തില്ല. കാരണം എന്റെ 6 വയസ്സിലാണ് ഈ സംഭവം. ഇപ്പൊ 25 വർഷമായി. അതെ അതെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടുമില്ല. പാമ്പ് കടിച്ച് മരിച്ചു എന്നുള്ളത് വളരെ റയർ ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ? കാരണം പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റിനുള്ള ഓപ്ഷൻ നമുക്ക് ചുറ്റുവട്ടത്തും ഉണ്ട്.
ഓക്കെ, ഇതൊരു സങ്കടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സഫിയ എന്താ പറഞ്ഞത്? മാം, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തേ ഞാനിങ്ങനെ വള്ളിയൊക്കെ ഇങ്ങനെ ചാടി കളിക്കുമായിരുന്നു. അപ്പൊ ഞാന് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കണ്ടേ ഒരു എന്താ മതിലിന്റെ സൈഡില് നല്ല വള്ളിയും കുത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചുവന്ന കളറില്. അപ്പൊ ഞാൻ കരുതി ഈ നമ്മള് അയൺ ബോക്സിന്റെ വള്ളി പോലെ ഉണ്ട്, അപ്പൊ അത് എടുത്തിട്ട് വരാം, കൂട്ടുകാരെ വിളിച്ചോണ്ട് വരാച്ചിട്ട് എടുത്തില്ല. എന്നിട്ട് പോയി തിരിച്ചു വന്നപ്പോ അത് കാണുന്നില്ല. പാമ്പായിരുന്നു, അപ്പഴാ മനസ്സിലായത്. ഫ്രണ്ട്സിനെ വിളിക്കാൻ പോയത് നന്നായി. ഇതൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും. പാമ്പിനെയും പട്ടിയാണ് എനിക്ക് ശരിക്കും ഭയങ്കര പേടിയുള്ളത്. ഇവിടെ ഇച്ചിരി പ്രശ്നമുള്ള ഏരിയ. നമുക്കിവിടെ കുറച്ചധികം ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണെ, നിറയെ പറമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ 2-3 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടിനകത്ത് 2 പ്രാവശ്യം കയറുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പാമ്പുമായിട്ട് മോർണിംഗ് തുടങ്ങി വൈകുന്നേരം വരെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞത് ഞാൻ അറിയാതെ. മീൻസ് രാവിലെ കണ്ടു, ഹസ്ബൻഡ് കണ്ടു ഒരു 6 മണി സമയത്ത്. പിന്നെ അത് എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു പുറത്തു പോയിന്ന് വിചാരിച്ചു. പക്ഷെ അത് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ജോലിക്ക് പോയി, ഞാനും പാമ്പുമായിട്ട് ഏതാണ്ട് 4 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി 11 മണിയായപ്പോ ഹസ്ബൻഡ് വീണ്ടും അതിനെ കണ്ടു. ഞാൻ അടുത്ത വീട്ടിലവരെയൊക്കെ വിളിച്ച് അവരതിനെ, കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വീടിനകത്ത് അത് എങ്ങോട്ട് ഓടിപ്പോന്നറിയില്ലല്ലോ, അതിനെ കൊല്ലുക തന്നെ ചെയ്തു. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് അപകടം കൂടിയല്ലേ, കുട്ടികളും ഒക്കെ ഉള്ളായിരുന്നു. ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഈ സമയത്ത് നിറയെ ചേരകളില്, വലിയ ചേര. ഞാൻ ഒരു ദിവസം അലക്കിക്കൊണ്ടിരിക്കുമ്പോ വന്നു തവളനെ പിടിക്കാൻ വേണ്ടി. ഞാൻ എവിടേക്കും ഓടാനുള്ള വഴിയില്ല, വേഗം അപ്പുറത്ത് പാടവും പിന്നെ അതുപോലെ ചാലാണ്, എടുത്ത് അപ്പുറത്തേക്ക് ചാടി. ബാക്കില് മതിലൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ അറിയില്ല, ചാലില് വീണില്ല, അപ്പുറത്ത് അങ്ങോട്ട് ചാടിയപ്പോ ചാലില് വീണു. പിന്നെ ലാസ്റ്റ് പിറ്റേ ദിവസം പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, കാരണം എനിക്ക് തീരെ വയ്യാണ്. ഇത് പാമ്പിനെ കണ്ട് ഓടിയതാ. ചൂട് സമയത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന പറയണേ, പേടിയണ്ട. നമ്മളൊന്ന് ശ്രദ്ധിച്ചാ മതി. ഇങ്ങനെ ചവറൊക്കെ കൂടി കിടക്കുന്നിടത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പാമ്പിനെ കാണുമ്പോ ഭയങ്കര പേടിയല്ലേ. അതിന് ശരിക്കും കണ്ണ് കാണില്ല. നമ്മള് നടക്കുമ്പോഴുള്ള ആ റിഥം വെച്ചിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്, ആള് വരുന്നത്. അത് ഓടിപ്പോവാൻ നോക്കുന്നതാ. പക്ഷെ നമ്മൾ ചവിട്ട് വല്ലതും ചെയ്യുമ്പോ ഉപദ്രവിക്കാനാന്ന് വെച്ചാൽ തിരിച്ച് അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അത് ചെയ്യുന്നതാണ്. പക്ഷെ അത് അപകടം, മനുഷ്യർക്ക് അപകടമാവും. അത്രയുള്ളൂ. നെക്സ്റ്റ്, നമ്മളുടെ വെക്കേഷനുകളിൽ എപ്പോഴും ന്യൂസിൽ കേൾക്കാം ഈ മുങ്ങിപ്പോകൽ, അല്ലെ, മുങ്ങി ഉള്ള കാര്യങ്ങൾ. ഒന്ന് വായിക്കുക, മനസ്സിൽ വായിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരും. എന്തോ ബ്രേക്ക് ആവുന്നുണ്ടോ? ആണോ? എനിക്ക് റേഞ്ച് ഫുള്ളാ കാണിക്കുന്നേ. വൈഫൈ തന്നെയാണ്. ഇല്ല മാം, ബ്രേക്ക് ആകുന്നില്ല. അവിടുത്തെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും മാം ചിലപ്പോൾ. ഓക്കെ, വായിച്ചല്ലോ.
ഇതിലാണ് നമ്മൾ ജ്യോതി പറഞ്ഞ CPRന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും വരുന്നത്. സംടൈംസ് ബ്രീത്തിങ് ഒന്ന് സ്റ്റോപ്പ് ആകുന്ന ഒരു അവസ്ഥയാണ് ട്രോണിക്. ഒത്തിരി വെള്ളം അകത്തേക്ക് പോകുമ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസ് വരാം. അവിടെ CPR കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ചെസ്റ്റ് കംപ്രഷനും ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചെസ്റ്റില് നല്ലപോലെ കംപ്രസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും അല്ലെ? ഈവൻ അറ്റ്ലീസ്റ്റ് മൂവീസിലെങ്കിലും കണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെ നല്ലപോലെ കംപ്രസ് ചെയ്യും. 30 കംപ്രഷൻസ് വരെയും കൊടുക്കണം എന്നാണ് പറയുന്നത്. നോർമൽ ഇതിലേക്ക് പെട്ടെന്ന് അങ്ങനെ കൊടുക്കും. പിന്നെ വയറിൽ നല്ലതുപോലെ കംപ്രസ് ചെയ്യുമ്പോൾ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും. അപ്പൊ തന്നെ പേഷ്യന്റ് ചിലപ്പോൾ നോർമൽ ആകും. അങ്ങനെ ആവാത്ത കേസസ് വരുമ്പോൾ ബ്രീത്തിങ് ശരിയാകുന്നില്ല എന്ന് വരുമ്പോഴാണ് ചെസ്റ്റ് കംപ്രഷനും CPR ഫോളോഡ് ബൈ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കേണ്ടത് വരുന്നത്. CPR അറിയാലോ, കാർഡിയോ പൾമണറി റിസൈസൈറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് CPR ചെയ്യുന്നതിന്റെ എന്താ പറയാ, അതും പലപ്പോഴും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവണം CPR ചെയ്യുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ബ്രീത്തിങ് കൊടുക്കുന്നത് ത്രൂ നോസും അങ്ങനെ ഇങ്ങനെ തുറന്നു പിടിച്ച് മൗത്ത് ടു മൗത്ത് അത് ചെയ്യുന്നതോ അറിയായിരിക്കുമല്ലോ. ശരിക്കും ജ്യോതി പറഞ്ഞ അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു ട്രെയിനിങ് അനിവാര്യം തന്നെയാണ്. സ്കൂളുകളിൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസസിലും പലപ്പോഴും പല എമർജൻസി സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. CPRന്റെ ഇമേജ് ഒക്കെ കുറെ ഗൂഗിളിൽ ഉണ്ടാവും. അത് കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണാം. ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ CPR കൊടുക്കുന്നതിന്റെ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ കാണാം. ജസ്റ്റ് അത് ഒന്ന് നോക്ക്. നമുക്ക് ഈവൻ നമ്മൾ വർക്ക് ചെയ്യുന്ന അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് ഏരിയയിലോ നമുക്ക് വേണമെങ്കിൽ സജഷൻ ആയിട്ട് കൊടുക്കാം. ഇതിനുള്ള ഒരു ട്രെയിനിങ് തരണം. ലൈക്ക് ഏത് സിറ്റുവേഷൻ തന്നെയാണെങ്കിലും, ഫയർ വന്നാലും അതുപോലെ ഗ്യാസ് ലീക്കേജ്, പിന്നെ ഇതുപോലെ CPRന്റെ ട്രെയിനിങ്, അങ്ങനെയുള്ളതൊക്കെ നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പൊ വെക്കേഷൻ വരുമല്ലോ, എല്ലാവർക്കും അങ്ങനെയുള്ള ട്രെയിനിങ്സ് എല്ലാം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ക്ലാസ്സസ് അറേഞ്ച് ചെയ്യാനായിട്ട്, എക്സ്പേർട്സിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയും. പിന്നെ ഈ പറയുന്ന മുങ്ങി വെള്ളത്തിൽ നിന്ന് നമ്മൾ രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ അയാളെ പിന്നെ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നീന്തൽ അറിയുന്നവർ തന്നെ മുങ്ങിപ്പോകുന്ന കേസസ് നമുക്കറിയാം. നല്ല നീന്തൽ അറിയുന്ന ആളായിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും അടിയൊഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴുക്ക് കൂടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പാനിക് വന്നിട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കാം. ആർക്കും സംഭവിക്കാവുന്ന, അറിയുന്ന ആൾക്ക് ആവണമെന്നില്ല. കുട്ടികളെ നമ്മൾ വെക്കേഷൻ ആകുമ്പോഴേക്കും നീന്തൽ പഠിപ്പിക്കാൻ വിടും. നല്ലൊരു എക്സസൈസ് മാത്രമല്ല, ഒരു ലൈഫ് സേവിങ് ഇത് കൂടിയാണ് ഈ പറയുന്ന നീന്തൽ എന്ന് പറയുന്നത്. എടുത്ത് കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആളുടെ ബ്രീത്തിങ് ഒന്ന് ചെക്ക് ചെയ്യുക. ബ്രീത്തിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വയറിൽ പ്രസ് ചെയ്ത് എക്സസ് വാട്ടർ പുറത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് ചോക്ക് ചെയ്ത് ഒന്ന് ചുമച്ച് തന്നെ ആളുടെ ബ്രീത്ത് നോർമൽ ആയിട്ട് വരും. ഒരു ഇഷ്യൂ ഇല്ല. അതേസമയം ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എമർജൻസി നമ്മൾ കോൾ ചെയ്യണം. ആംബുലൻസ് എന്താന്ന് വെച്ചാൽ കോൾ ചെയ്യാം. ആ സമയത്ത് CPR കൊടുക്കണം. ഡിലേ വരരുത്. വിത്ത് ഫോളോഡ് ബൈ 30 ചെസ്റ്റ് കംപ്രഷൻ അതാണ് പറയുന്നത്. പിന്നെ എന്താ പറയാ, മൗത്ത് ടു മൗത്ത് ബ്രീത്ത് അതെല്ലാം ആ സമയത്ത് ആൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ ഒരാൾ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ചെസ്റ്റ് കംപ്രഷനും CPRും ചെയ്യാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് പാനിക് ആവരുത്. പാനിക് ആവാതെ ഇത് ചെയ്താലേ റിസൾട്ട് പെട്ടെന്നാവും. പെട്ടെന്ന് തന്നെ എമർജൻസി കോൾ കൊടുത്ത് ആളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സംടൈംസ് നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സേവ് പാടായിരിക്കും. അവിടെ പറയുന്നുണ്ട് ഡ്രൗൺ പേഴ്സൺസ് ഫേസ് ഷുഡ് ബി ഡൗൺവേർഡ്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ പേഷ്യന്റിനെ ഇതാക്കുന്നത്. ആൻഡ് ഫീറ്റ് ഷുഡ് ബി അപ്പ്, കാല് പൊക്കി വെക്കണം എന്ന് പറയും. പിന്നെ വേസ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്യാം. ബോത്ത് ഹാൻഡ്സ്. എക്സസ് വാട്ടർ പുറത്തേക്ക് പോവും. പിന്നെ നല്ല ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നിട്ടോ നല്ല തണുത്ത് ഐസ് പോലെ ആയിട്ടുണ്ടാവും. ബോഡി ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടാവും നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന്. അത് വാം ടവൽ യൂസ് ചെയ്തിട്ട് ആളെ ഒന്ന് ഡ്രൈ അപ്പ് ചെയ്യാം. പിന്നെ ഹോട്ട് വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്, പിന്നെ ആള് ബ്രീത്തിങ് ആയി കോൺഷ്യസ് ആവുകയാണെങ്കിൽ ചൂടുവെള്ളം കുടിക്കാനായിട്ട് ചൂടുവെള്ളം കൊടുക്കും. വെറ്റ് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ലൂസ് ആക്കി വെക്കുക. അപ്പൊ അതാണ് ഡ്രൗൺ കേസിൽ വരുന്നത്. പിന്നെ
തീരുവാണല്ലോ. ഇതും കൂടെ അങ്ങ് പറഞ്ഞു പോവാം. ബേൺസ് ആൻഡ് സ്കാൽസ്. സ്കാൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോട്ട് ലിക്വിഡ് അല്ലെങ്കിൽ സ്റ്റീം, നല്ല ചൂടുള്ള ലിക്വിഡ് അല്ലെങ്കിൽ ആവി കൊണ്ടുള്ള പൊള്ളലിനെയാണ് നമ്മൾ സ്കാൽസ് എന്ന് പറയുന്നത്. ബേൺസ് ഏത് രീതിയിലും വേണമെങ്കിൽ സംഭവിക്കാം അല്ലെ. സൺ ബേൺ തന്നെയാണ്. സ്കാൽസ് എന്ന് പറയുന്നത് ഹോട്ട് ആയിട്ടുള്ള ലിക്വിഡ് അല്ലെങ്കിൽ സ്റ്റീം അത് മൂലം ഉണ്ടാകുന്ന, അത് കുറച്ചുകൂടെ ഭയങ്കര സിവിയർ ആണ്, സാധാരണ ബേണിനേക്കാളും സിവിയർ ആണ് ഈ ഹോട്ട് ലിക്വിഡ് അല്ലെങ്കിൽ സ്റ്റീം. പലപ്പോഴും അമ്മമാർക്ക് പറ്റുന്ന ഈ ചോറിങ്ങനെ വാർക്കുമ്പോൾ ആവി അടിച്ച് പലപ്പോഴും പൊള്ളൽ സംഭവിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം അത് ആവി കൊണ്ടുള്ള, പിന്നെ ഈ ചില ഫാക്ടറീസില് ഈ സ്റ്റീം അങ്ങനെ എന്തെങ്കിലും വർക്കിംഗ് ഉള്ള അടുത്താണെങ്കിൽ അവിടെയും ഇതുപോലെ ഇഷ്യൂസ് വരാറുണ്ട്. ഫയറിന്ന് ബേണിംഗ് സംഭവിക്കാം. പിന്നെ ചൂടായ മെറ്റൽ പീസ്, കറണ്ടിന്ന് ഷോക്ക് അടിച്ച് നമുക്ക് ബേണിംഗ് അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ലൈറ്റ്നിങ്, ഇടിമിന്നൽ കൊണ്ട് ചിലർക്ക് പൊള്ളലേക്കാറുണ്ട് അല്ലെ. കറണ്ട്. സംടൈംസ് ബേൺസ് ആർ കോസ്ഡ് ബൈ ബോയിൽഡ് വാട്ടർ, മിൽക്ക് എക്സെട്ര. ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ, ബോയിൽഡ് മിൽക്ക് ഇതെല്ലാം വെച്ചിട്ട് ഇതുപോലെ ബേൺസ് ഉണ്ടായിരിക്കാം. അപ്പൊ അത് സ്കാൽസ് ആണ്. ഹീറ്റഡ് ലിക്വിഡ് അല്ലെങ്കിൽ സ്റ്റീം, അതിൽ നിന്ന് വരുന്ന ബേണിന് സ്കാൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ. പെട്ടെന്ന് പൊള്ളുമ്പോൾ പക്ഷെ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതല്ലേ ബേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പേഷ്യന്റ് കൊളാപ്സ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പാനിക് ആവും, കൊളാപ്സ്ഡ് ആവും. അയാളെ പെട്ടെന്ന് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബേൺ ഉള്ളിടത്ത് അപ്ലൈ ചെയ്യാൻ, ഞാൻ എന്റെ കിച്ചണിൽ ഒരു ആന്റിസെപ്റ്റിക് ബേൺ ഇത് പൊള്ളലിന് എപ്പോഴും വെക്കും, കാരണം എന്റെ കൈ എപ്പോഴും പൊള്ളുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ എപ്പോഴും ഒരു ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് സൂക്ഷിക്കാം ഈ ബേൺസ്. പക്ഷെ എപ്പോഴും നമുക്കൊരു റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ട്. ചൂടിലേക്ക് തട്ടുമ്പോഴേക്കും പെട്ടെന്നൊരു കൈ വലിക്കുന്ന ഒരു റിഫ്ലെക്സ് ആക്ഷൻ നമ്മൾക്ക് നാച്ചുറലി ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ബേണിൽ നിന്നൊക്കെ നമ്മളൊന്ന് രക്ഷപ്പെടും. കോക്കനട്ട് ഓയിൽ ആൻഡ് ക്ലീൻ വാട്ടർ ആർ ഓൾസോ ഹെൽപ്ഫുൾ ഇൻ സ്ലൈറ്റ് ബേണിംഗ്. പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന പോലെ മരുന്നില്ല, പതുക്കെ വെളിച്ചെണ്ണ ആ ഭാഗത്ത് പുരട്ടിയാലും ചെറുതായിട്ടുള്ള ബേണിങ്ങിന് കേട്ടോ. കുറച്ചു നേരം തണുത്ത വെള്ളത്തിൽ ആ കൈ ആണെങ്കിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ആശ്വാസം കിട്ടും. സീരിയസ് ആണെങ്കിൽ മെഡിക്കൽ കെയറിന്റെ ആവശ്യം വരും. പലപ്പോഴും ഈ ബേണിംഗ് കേട്ടിട്ടുള്ളത് ചവറ് കൂട്ടി തീയിടുമല്ലോ ആളുകള്, ഡ്രസ്സിലേക്ക് ആളിപ്പട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പലരും ചിലപ്പോ 80% ബേൺ സംഭവിക്കുന്നത്. ചില അപ്പൊ തന്നെ മരിച്ചും പോവാറുണ്ട്. അങ്ങനെ പിന്നെന്താ സെൽഫ് ഹാം ചെയ്യുന്ന കേസ്, വേറൊരാള് കത്തിക്കുന്നത്, അതെല്ലാം ഈ ബേണിംഗ് തന്നെ വരുന്നത്. ഇതൊക്കെ കേസസ് വേറെയാണ്. ഓക്കെ. അല്ലാതെ നമുക്കിപ്പോ ഇങ്ങനെ ഒരു കേസസ് വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണ് കുറച്ച് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ബേണിംഗ് ഒക്കെയാണ് ഈ കോക്കനട്ട് ഓയിൽ. യെസ്, ആർക്കെങ്കിലും ഇത് ഇത് ചക്ക സീസൺ സമയത്ത് എന്റെ ഒരു കുഞ്ഞമ്മ ഇതുപോലെ ബ്രദർ ഗൾഫിലാണ്, അതിന് കൊടുക്കാൻ വേണ്ടി ചക്ക വരട്ടാനായിട്ട് ധൃതി പിടിച്ച് ചെയ്യായിരുന്നു. ചൂട് നല്ലപോലെ ആറുന്നതിന് മുമ്പേ കക്ഷി അത് മിക്സിയിലേക്ക് ഇട്ടു, ഓർക്കാതെ അവര് ധൃതിയിൽ ചെയ്തതാ. അതങ്ങനെ തെറിച്ച് ആളുടെ ചെസ്റ്റിന്റെ ഭാഗത്തായിരുന്നു ഫുൾ തെറിച്ചത്. ഇവിടെ മുഴുവനും അങ്ങനെ എന്താ പറയാ ഡോട്ടായിട്ട് പൊള്ളി. വേഗം ആളുകൾ ചെയ്തത് പേസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യുമായിരുന്നു. കുറെ നാളത്തേക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര പുകച്ചിലായിരുന്നു. ഇതിങ്ങനെ എന്താ പറയാ. പിന്നെ മാം ഉപ്പ് തേക്കില്ലേ? ഉപ്പ് തേച്ച് തീർന്നേ? ഇല്ല, പക്ഷെ ഞാനതാ യൂസ് ചെയ്യാറ്. ആണോ? ഉപ്പ് തേക്കെന്ന് പറയുന്നേക്ക. എന്റെ ഉമ്മ ഉപ്പ് തേച്ചിട്ട് ഇതുപോലെ പഴുത്തു പോയി. അത് പെട്ടെന്ന് തേക്കണം മാം. അതില്ലേ എന്റെ മോന് നമ്മള് കുറുക്ക് കൊടുക്കുന്ന സമയത്ത് അവൻ ഇതുപോലെ ചൂടുവെള്ളം കൊണ്ടുവന്ന് ആറാൻ വേണ്ടി വെച്ച് അവന് കൈയിട്ടു. വേഗം ഞാൻ ഉപ്പ് കുപ്പിൽ കൊണ്ടുപോയി മുക്കി. അപ്പൊ അങ്ങനെ പക്ഷെ അത് പെട്ടെന്ന് ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഞാൻ ഉപ്പാണ് ഉപയോഗിക്കാറ്. പെട്ടെന്ന് ചെയ്യണം, നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ പറ്റില്ല. നസീമ പറഞ്ഞത് കറക്റ്റ് ആണ്. എന്റെ കയ്യിൽ ഈ കഞ്ഞിന്റെ വെള്ളം വീണിട്ട് കല്ലുപ്പാണ്, കല്ലുപ്പ് പൊടിച്ചിട്ട് നമ്മൾ അപ്പൊ തന്നെ തേക്കണം. ഞാനും ചെയ്യാറുണ്ട് മാം അതുപോലെ. ഉപ്പ്, പിന്നെ അതുപോലെ പേസ്റ്റ്, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഈ വാഴപ്പിണ്ടിയുടെ നീര് യൂസ് ചെയ്യുന്നല്ല, പൊള്ളി വരത്തില്ല. അതൊരു പുതിയ അറിവാട്ടോ. പൊള്ളി വരില്ല അല്ലെ? ഇല്ല, അതൊരു പാടുപോലും വരത്തില്ല. പക്ഷെ ആ നീര് നമ്മൾ ആ സമയത്ത് ഓടിപ്പോയി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ ശരിയാ. ഇതുപോലെ എന്റെ അമ്മയ്ക്ക് ഇതുപോലൊരു പ്രശ്നം വന്നായിരുന്നു കാലിന്. എന്റെ വീട് അമ്പലമായിട്ടുള്ളൊരു വീടായിരുന്നു.
അപ്പോൾ അത് അവിടുത്തെ പ്രതിഷ്ഠയൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ തിരുമേനി ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും സംഭവിക്കുമെന്നെങ്കിൽ പാമ്പ് കൊത്തും അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളൽ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഏൽക്കും എന്നേ പറഞ്ഞായിരുന്നു. ഇങ്ങനെയുള്ള കേസുകൾക്ക് ഇങ്ങനെ വരുത്തുള്ളൂ. അപ്പോൾ ആരാണോ മുൻപന്തി നിൽക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്, ഈ നാഗരാജാവ് നാഗക്ഷമ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് മാറ്റുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അമ്മയ്ക്കെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അമ്മ എവിടെ പോയാലും പാമ്പിനെ ശ്രദ്ധിക്കുമായിരുന്നു, എങ്ങോട്ട് തിരിഞ്ഞാലും ആ മൈൻഡിൽ ആ ഒരു ഇതായിരുന്നു തിരുമേനി പറയുന്ന ആ ഒരു അപ്പോൾ എന്നിട്ട് ഒരു ഇല അനങ്ങിയാലും അമ്മ വയ്ക്കുന്ന പാമ്പ് അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ അമ്മ തിരിഞ്ഞു നോക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇൻ കേസ് അമ്മ ഇതുപോലെ അരി അടച്ചിട്ടതാ, അമ്മയുടെ 2 ഫ്രണ്ട്സും അമ്മയും 3 പേരോട് കൂടി ചേർന്ന് അരി വാർന്നതാ, എന്ന് വെച്ചാൽ അടച്ചിട്ട്. അന്ന് ഫുഡും ഉണ്ടാക്കിയതാണോ? കുറെ പേർക്ക് ഉണ്ടാക്കിയതാ. അപ്പൊ അത് ആ സൈഡിൽ നിന്ന് വ്യക്തിയുടെ കാലിൽ വീഴാതെ തെറിച്ച് എൻ്റെ അമ്മയുടെ കാലിൽ വീണത്. ആ ഒരു കാലം കഞ്ഞിവെള്ളം ചൂടോടെ അമ്മയുടെ ആ കാൽപ്പത്തി ഇല്ലേ വിരലിൻ്റെ അവിടെ അത്രയും ഭാഗം അങ്ങ് പൊള്ളി അങ്ങ് പോയി. അമ്മയ്ക്കാണെങ്കിൽ കാലനക്കാരും വയ്യ, വിളിച്ചു ചുമന്ന കളറായി, തക്കാളിയുടെ ആ നിറം എങ്ങനെയൊക്കെ അതുപോലെ അങ്ങായി. അമ്മ വിളിച്ചു പോവേ. പക്ഷെ അന്നേരേ തിരുമേനി പറഞ്ഞ സാരമില്ല, കുറച്ചൊരു 5 മിനിറ്റത്തേക്ക് ഒരു വേദന തരും അവര്, പെട്ടെന്ന് വാഴപ്പിണ്ടിയുടെ നീര് പിഴിഞ്ഞൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പേസ്റ്റ് ഒന്നും തേക്കണ്ട, തിരുമേനി തന്നെ പറഞ്ഞു തന്നെ വാഴപ്പിണ്ടിയുടെ നീര്. വാഴപ്പിണ്ടി മുറിച്ചൊക്കെ എടുക്കണ്ടേ? നമുക്കിവിടെ പൂജയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ വേണമായിരുന്നു. അപ്പൊ നമുക്കത് കിട്ടാൻ എളുപ്പമായിരുന്നു. അപ്പൊ അത് പിഴിഞ്ഞ് അത് നല്ലപോലെ നീരും കിട്ടി അന്നേരം അതിനകത്ത് ഇഷ്ടത്തിന് നീരുണ്ടായിരുന്നു. നമുക്കൊരു ഗ്ലാസ്സിനകത്ത് പിഴിഞ്ഞ് കുടിക്കാവുന്ന നീര്. അതുപോലെ ആ നീര് പുരട്ടിയെ ഒരു 10 മിനിറ്റ് വെക്കുക. അമ്മ നോർമൽ ആവുകയും കൂടെ ചെയ്തു. ആ കാല് പഴയതുപോലെ തന്നെ ഒരു വേദനയില്ല, അത് പൊള്ളി എത്രയും കഞ്ഞിവെള്ളം വീണ ഒരു ഇതുപോലും ഇല്ല, പാടുമില്ല, ഒന്നുമില്ല. അപ്പോഴേ തിരുമേനി പറഞ്ഞ കുറച്ച് നേരത്തേക്ക് ഒരു ഇത് വരും, വേദന തരും അവരെ പറിച്ച് മാറ്റുമല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു വേദന തരുമെന്ന് പറഞ്ഞു. വാഴപ്പിണ്ടി നല്ലതാണല്ലേ? വാഴപ്പിണ്ടി നല്ലതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നെ അതുപോലെ മാം ഒലീവ് ഓയിൽ ഇല്ലേ, ഒലീവ് ഓയില് ഒലീവ് ഓയിൽ ചെയ്ത കേട്ടിട്ട് അത് പാട് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മാം തേനിനെ പറ്റി പറയുന്നു, തേൻ പെട്ടെന്ന് തേക്കാന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുമല്ലോ. പിന്നെ എന്താ വെച്ചാൽ ഈ നമ്മളിതെല്ലാം പറഞ്ഞു, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് പാനിക് ആവരുത്. അതാണ് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്. ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ പെട്ടെന്ന് ഇഷ്യൂ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അത് തന്നെ ആ ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് തന്നെ മതിയാകും. അപ്പൊ ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക് ചില ക്വാളിറ്റീസ് വേണമെന്നാ പറയുന്നത്. കമ്പാഷൻ, നമ്മൾ പറഞ്ഞ എമ്പതി പോലെ തന്നെ. അതായത് ഈ സംഭവിച്ചിരിക്കുന്ന ആളുടെ പ്രശ്നം, ആളുടെ വേദന എന്റെ കൂടിയാണ്, ഞാനും അനുഭവിക്കുന്ന ആണെന്നുള്ള വിചാരത്തിൽ തന്നെ ആളെ ട്രീറ്റ് ചെയ്യണം എന്നാ പറയുന്നത്. പിന്നെ ജെന്റിൽനെസ്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് കാലങ്ങളിൽ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാൻ പോകും, ഒരു ഇതും ഇല്ലാണ്ട്. ഇപ്പൊന്ന് വെച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് സൂത്തൻ ചെയ്ത് നമുക്ക് സംസാരിച്ച് നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ്. ഒരു ലാബിൽ തന്നെ പോയാലും അവർ ആ രീതിയിലാണ് ചെയ്ത്. ആ ഒരു ജെന്റിൽനെസ്, പവർ ഓഫ് ദി കൺക്ലൂഷൻ, ഇവർക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പവർ, ഇത് അവർക്കറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇതുകൊണ്ട് ഓക്കെ ആകും, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി. പിന്നെ റിസോഴ്സ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോപ്പപ്പ് ചെയ്യാൻ, ആ ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നു, ആ ഒരു സിറ്റുവേഷനുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തി. അലേർട്ടായിരിക്കണം. അത്ര പെട്ടെന്ന് തന്നെ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താണ്, അടുത്ത എന്താണ്, കൺഫ്യൂഷൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ശരിക്കും നല്ലൊരു ട്രെയിനിങ് ഇതിൽ കിട്ടുവാണെങ്കിൽ എല്ലാവരും അങ്ങനെ. ഈവൻ ഇപ്പം അമ്മമാർക്ക് തന്നെ ഭയങ്കര ഒരു കഴിവ് അങ്ങനെ. കുഞ്ഞുണ്ടായി, കുഞ്ഞിന് ഓരോ ചെറിയ ചെറിയ ഇഷ്യൂസ് അത് മാനേജ് ചെയ്ത് അവരങ്ങ് എക്സ്പേർട്ടുകളാവുക ചെയ്യും. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ട്രെയിനിങ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ ജ്യോതി പറഞ്ഞ പോലെ നമുക്ക് വേറെ കുറെ കാര്യങ്ങളിലും കൂടെ അഡീഷണൽ ട്രെയിനിങ് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെയാവുമ്പോൾ ഇതുപോലുള്ള വിക്ടിംസ്, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറ്റുന്നവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വെച്ചു. ശരിക്കും ഒരു സർവീസ് മനോഭാവം പോലെ തന്നെ. നമ്മള് PFA നമ്മൾ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. FAയിൽ നമുക്ക് ഇനിയും കാര്യങ്ങൾ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. PFA എനിക്കൊരു 2 days ക്ലാസ് PFA കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി.
അപ്പൊ നാളെ ഞാൻ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ക്ലാസ് റൂമിലേക്കും സെൻഡ് ചെയ്യാം, ക്ലാസ്സിലും പറയാം. എഴുതി തുടങ്ങാനായിട്ട് ഈ വീക്കിൽ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ പറഞ്ഞത് ഓർമ്മ വേണം, ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും അതിന്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ തീർത്തു എന്നൊന്ന് ഉറപ്പാക്കുക കേട്ടോ. പ്ലീസ് മേക്ക് ഷുവർ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്, എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് അതൊന്ന് ഷുവർ ആക്കാം. വേറെ ഒന്നുമില്ല. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. നമ്മൾ PFA നെക്സ്റ്റ് ഡേയ്സിൽ നമ്മൾ PFA ഡിസ്കസ് ചെയ്യും. PFAക്ക് ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് എല്ലാം വരും. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, ബൈ. താങ്ക് യു മാം.